മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ഒരാൾ ആഷൂറാന്റെ ദിവസത്തിൽ അഥവാ 10-ന്റെ അന്ന് ഒരാൾ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വ മുൻതഹൽ ഇൽം വ മബ്ലഗർ റിളാ വ സിനത്തൽ അർഷ് വൽഹംദുലില്ലാഹി മിൽ അൽ മീസാൻ വ മുൻതഹൽ ഇൽം വ മബ്ലഗർ റിളാ വ സിനത്തൽ അർഷ് ലാ മൽജഅ വലാ മൻജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ അശ്ശഫീഇ വൽ വത്ർ وعدد كلمات الله التامات كلها والحمد لله عدد الشفيع والوتر وعدد كلمات الله التامات كلها الله أكبر عدد الشفيع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين لا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين എന്നൊരാൾ ചൊല്ലിയാൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയാണ്, മൻ ഖാലഹാ ഫി യൗമി ആഷൂറ, ആഷൂറന്റെ ദിവസം മുഹറം 10-ന് പകലോ രാത്രിയോ ചൊല്ലിയാൽ ലം യമുത്ത് ഖൽബുഹു, അവന്റെ ഖൽബ് മരിക്കുകയില്ല. അഥവാ ഈമാൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഖൽബിൽ നിന്ന് പാടെ അള്ളാഹു ഇറങ്ങിപ്പോവുകയോ പാടെ അള്ളാഹിന്റെ പേടി പോകുകയൊന്നും ചെയ്യൂല എന്നല്ല. ചില മഹാന്മാർ പറയുന്നു വലം യമുത്ത് ഫീ തിൽകസന, ആ വർഷം മരിക്കുകയുമില്ല. അപ്പൊ ആ ദിക്ർ നാം ചൊല്ലാൻ മറക്കരുത്. ഒരു വട്ടാണ് ചുരുങ്ങിയത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലീൽ ഉജുഹൂരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, എന്ത് അന്നമൻ ഖാല യൗമ ആഷൂറ 70 മറ, ഒരാൾ ആഷൂറായിന് മുഹറം 10-ന് 70 പ്രാവശ്യം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് ചൊല്ലിയാൽ കഫാഹുല്ലാഹു ശർറ ദാലിക്കലാം, ആ വർഷത്തിൽ അവന് ഷെറുകളൊന്നും വരുന്ന ഷെറുകളൊക്കെ അള്ളാഹു തടുക്കുന്നതാണ്. 70 പ്രാവശ്യം ചൊല്ലുക 10-ന്റെ അന്ന്. അതേപോലെ തന്നെ 10-ന്റെ അന്ന് ചെയ്യുന്ന മറ്റൊരു കർമ്മമാണ് മൻ അഖദ ഫി യൗമി ആഷൂറ മിൻ മാഇൽ വർദി ഫി ഇനാ, ഒരു പാത്രം, ഒരു കുപ്പി, ഒരു പാത്രം പനിനീർ വെള്ളം എടുത്തിട്ട് വഖറ അലൈഹിൽ ഫാത്തിഹത സബ്ആൻ, 7 ഫാത്തിഹ അതിൽ മന്ത്രിച്ച് തുമ്മ യംസഹു ബിഹി റഅസഹു വജ്ഹ, അവന്റെ തലയും അവന്റെ മുഖത്തൊക്കെ അത് തടകി വയഫ്അലു ദാലിക ബിമൻ യുഹിബ്ബു മിൻ അഹ്ലി വലദി, അവന്റെ മക്കൾക്കും അവന്റെ കുടുംബത്തിനൊക്കെ ചെയ്തു കൊടുത്താൽ ഫഇന്ന ദാലിക ഹിഫ്ളുൽ ലഹു, അത് അവനിക്കും അവരുടെ കുടുംബത്തിനൊക്കെ കാവലാണ്. മിൻ ജമീൽ ഇലലി വൽ അസ്ഖാം, എല്ലാ രോഗത്തുനിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അത് കാവലാകും. ഇലാ മിസ്ലി ദാലിക്കൽ യൗമി മിനൽ ആമിൽ ഖാബിൽ, അടുത്ത വർഷം ആ ദിവസം വരുന്നവരെ അത് കാവലാകുന്നതാണ്. അത് നമ്മൾ മറക്കരുത്, അത് നമ്മൾ ചെയ്യണം. അതേപോലെ ആഷൂറന്റെ അന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നുള്ളത്. 1000 നമ്മളാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നോമ്പ് പിന്നെ എല്ലാവർക്കും അറിയാലോ, കഫിറു സനത്തൽ മാളിയ, ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷം പൊറുക്കാൻ അത് കാരണമാകുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുക, അതേപോലെ അന്ന് രാത്രിയോ പകലൊക്കെ നിസ്കരിക്കുക. ആ കിതാബിൽ കാണാം വല്ലൗല അന്തക്കൂന സലാത്ത തസാബീഹ്, അത് തസ്ബീഹ് നിസ്കാരമാകലാണ് നല്ലത്. അപ്പൊ അന്ന് രാത്രിയിലോ പകലോ തസ്ബീഹ് നിസ്കരിക്കുക. തൗസിയത്തു അലലിയാൽ, അതേപോലെ 4-മത്തെ ഒരു സുന്നത്തായ കർമ്മമാണ് കുടുംബത്തിന് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അത്താഴത്തിനും, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ നോമ്പ് നിൽക്കാത്തവരുണ്ട് അവർക്ക് പകലും, അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ചെയ്താൽ അത് വലിയ ആ വർഷം അവൻ്റെ കുടുംബത്തിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അല്ലാഹു തആല നൽകുമെന്നാണ്. അത് എത്രയോ ആളുകൾ അനുഭവിച്ചതായി കിതാബിൽ പറയുന്നു.